അങ്ങനെ ലയണൽ മെസ്സിയുടെ റെക്കോർഡും അർജന്റീനയുടെ വിജയവും ആഘോഷമാക്കി മലപ്പുറത്തെ ആരാധകർ. മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ നിരാശയിലായ ആരാധകർ സർവ്വകാല റെക്കോർഡും മറികടന്ന് മെസ്സി ഒന്നാമനായപ്പോൾ ആഹ്ലാദത്താൽ അങ്ങനെ മതിമറന്നു. ഓസ്ട്രിയയുടെ ഓരോ പ്രത്യാക്രമണവും ഉദ്വേഗത്തോടെ കണ്ട ആരാധകർക്ക് സമ്മാനമായി മെസ്സിയുടെ ഈ അവസാന നിമിഷ ഗോളും. അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഇനിയും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആയിരിക്കും. കാരണം തുടർച്ചയായ രണ്ടാം വിശ്വകിരീടം അർജന്റീന നേടാൻ പോകുന്നു എന്ന് ആരാധകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അർജന്റീനൻ ആരാധകരുടെ വേദനയും പ്രതിസന്ധിയും മറികടന്നുകൊണ്ടുള്ള ആഹ്ലാദമാണ്. ലയണൽ ആന്ദ്രേസ് മെസ്സി പൂർണ്ണനായ ശേഷം വീണ്ടും മൈതാനത്ത് നിറഞ്ഞാടുകയാണ്. 18 ഗോളുകളുമായി ഒന്നാമനായി ലയണൽ ആന്ദ്രേസ് മെസ്സി ഓരോ റെക്കോർഡുകളും മടങ്ങലിയാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് ഓസ്ട്രിയ മത്സരത്തിൽ മികച്ച രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ കാഴ്ചവെച്ചു. അവിടെയൊക്കെ പ്രതിരോധം മോശമാകുമെന്ന് കരുതിയ പ്രതിരോധം കൂടി അർജന്റീനയ്ക്ക് തുണയായി. അവസാന നിമിഷം ഒരു ഗോൾ കൂടി മെസ്സിയെ അക്കൗണ്ട് പൂർത്തിയാക്കുന്നു എന്നുള്ളതുകൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതിരോധത്തിന്റെ പഠനം? ഭയങ്കര പ്രതിരോധമായിരുന്നു. എന്നാലും ഞങ്ങൾ പിടിച്ചു നിന്ന് കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ട്. നല്ല കളി, ഈ വന്നതിൽ ഏറ്റവും നല്ലൊരു കളി എല്ലാവർക്കും കാണാനായി. ഓസ്ട്രിയ ഒന്ന് ആക്രമിച്ച് കളിച്ചിട്ടുണ്ട്. അർജന്റീന കഴിഞ്ഞ പ്രാവശ്യം ഡിഫൻസിൽ ചെറിയൊരു പാളിച്ചുണ്ടെങ്കിലും ഈ പ്രാവശ്യം നല്ല ഡിഫൻസാണ് ചെയ്തത്. കറക്റ്റ് ഡിഫൻസ് ചെയ്തു. പ്രതിരോധത്തിന് 100 മാർക്ക് കൊടുക്കാം. പ്രതിരോധത്തിന് മുഴുവൻ മാർക്ക് കൊടുക്കാം. എന്തായാലും ഫൈനലിലെത്തുണ്ട്. കാരണം ഓസ്ട്രിയ കളിച്ചപ്പോഴൊക്കെ വളരെ സൂക്ഷ്മമായ ഒരു പ്രതിരോധം. എന്തായാലും മുന്നണിക്ക് നിരാശയാണ് ഈ കളിയിലുണ്ടായത്. അതാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ചുള്ള സന്തോഷം. ലയണൽ ആന്ദ്രേസ് മെസ്സി നേട്ടങ്ങൾക്ക് പിറകെ നേട്ടം. ഒന്നാമനായി ലോക ഫുട്ബോളിന്റെ ചരിത്രങ്ങൾ ഓരോന്നായി കീഴടക്കുന്നു. 18 ഗോളുകൾ മാത്രമല്ല, തുടർച്ചയായ 6 മത്സരങ്ങൾ ജസ് ഫോണ്ടൈൻ എന്ന ഫ്രഞ്ച് ഇതിഹാസത്തിന്റെ റെക്കോർഡിനൊപ്പം കൂടി മെസ്സി എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധകരെ സംബന്ധിച്ച് മറ്റൊരു ജയം കൂടി. ഇനി ലോകകപ്പിലേക്ക് ആ കിരീടം നിലനിർത്തുന്നതിലേക്ക് ചുവടുകൾ അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരാധകർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അല്ലേ? അനീസ് തോട്ടയ്ക്കാണൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.